അധ്യായം 20. 7 പകലുകളിൽ മൂന്നാമത്തെ പകൽ. മൂന്നാം കഥാസായാഹ്നത്തിലേക്ക് അവിചാരിതമായിട്ടാണ് വെൻട്രിലോക്വിക്കാരൻ എത്തിപ്പെട്ടത്. അബദ്ധങ്ങളുടെ പെരുമഴയാണ് സ്വന്തം ജീവിതം എന്ന് വിശ്വസിക്കുന്ന ഒരു സാധുവായിരുന്നു വെൻട്രിലോക്വിക്കാരൻ. ഇങ്ങോട്ടുള്ള വരവിനെയും അയാൾ അബദ്ധങ്ങളുടെ പട്ടികയിൽപ്പെടുത്തി. തൻ്റെ കുരങ്ങനെയും കൊണ്ട് ഒരു സ്കൂൾ പോലുമില്ലാത്ത ഈ വെള്ളക്കെട്ടിൽ വന്ന് കഥ പറയേണ്ടി വരുമെന്ന് അയാൾ വിചാരിച്ചിട്ടില്ല. എന്ത് ബന്ധമാണാവോ കാലിൽ ചരടുകെട്ടി അയാളെ ഇങ്ങോട്ട് വലിച്ചത്? ജലബന്ധനം? എന്നിട്ടോ വെള്ളവും തോണിയും കണ്ടപ്പോൾ അതാ അയാളുടെ കുരങ്ങന് പേടിയാവുന്നു. ഭയങ്കര കരച്ചിലാവുന്നു. കീ 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 ബഹളമാകുന്നു. എന്താ പ്രശ്നം? വെൻട്രിലോക്വിക്കാരൻ ചോദിച്ചു. ഞാനില്ല, നീ പൊക്കോ, കുരങ്ങൻ പേടിച്ചു വിറച്ച ശബ്ദത്തിൽ പറഞ്ഞു. തോണി കാത്തിരുന്ന പാലം പണിക്കാർ പകച്ചു. കുരങ്ങൻ സംസാരിക്കുമോ? ഉറപ്പുവരുത്താനായി അവർ വെൻട്രിലോക്വിക്കാരനെയും കുരങ്ങനെയും സൂക്ഷിച്ചു നോക്കി. അങ്ങനെയൊന്നും മിണ്ടിയതായിട്ടോ പറഞ്ഞതായിട്ടോ ഭാവമില്ലാതെ അയാളും കുരങ്ങനും ഇരിക്കുന്നു. നേരമാണെങ്കിൽ പുലർന്നിട്ടുമില്ല. ആകെയൊരു മങ്ങൂഴമാണ്. വെറുതെ തോന്നിയതാവും എന്ന് പാലം പണിക്കാർ വിചാരിച്ചു. എന്നിട്ടും പകപ്പ് ബാക്കി നിന്നു. കേറുന്നില്ലേ? കടത്തുകാരൻ ചോദിച്ചു. എല്ലാരും എത്തിയില്ല. അവര് വരട്ടെ, നിങ്ങ കേറ്. വെൻട്രിലോക്വിക്കാരൻ വഞ്ചിയിൽ കാലുകുത്തിയപ്പോൾ വഞ്ചി ഉലഞ്ഞു. അയ്യൻ്റമ്മോ! കുരങ്ങൻ. അതെ, കുരങ്ങൻ തന്നെയാണ് നിലവിളിച്ചത്. പക്ഷെ കുരങ്ങൻ സംസാരിക്കുമോ? വെൻട്രിലോക്വിക്കാരനും കുരങ്ങനും പിന്നെയും ഒന്നും സംഭവിക്കാത്ത മട്ടിലിരിക്കുന്നു. അടുത്ത ആൾക്ക് ഇരിക്കാൻ വേണ്ടി നീങ്ങിക്കൊടുക്കുന്നു. പാലം പണിക്കാർ ആകെ സംശയത്തിലായി. അവർ കിടക്കപ്പായിൽ നിന്നെഴുന്നേറ്റ് പല്ലുപോലും തേക്കാതെ ഒന്നാമത്തെ ബസ്സിൽ ചാടിക്കയറുകയാണ് പതിവ്. പല്ലുതേപ്പും കുളിയും കക്കൂസിൽ പോക്കുമൊക്കെ പാലം പണിയുന്നിടത്തെ പൊന്തക്കാട്ടിലും വെള്ളത്തിലുമാണ്. ഒന്നാമത്തെ ബസ് പോയാലാണ് പാട്. 6 മണിയുടെ ഷിഫ്റ്റിന് പണിക്ക് കയറാൻ പറ്റില്ല. വെറുതെ തിരിച്ചു പോരേണ്ടി വരും. പലരും ഉറക്കപ്പിച്ചിലാണ് ബസ്സിൽ ചാടിക്കയറുക. കുരങ്ങൻ്റെ കാര്യത്തിൽ അവർക്ക് ഒരു നിശ്ചയവും 2 സംശയവും എന്നായി. എന്നാലും എല്ലാവർക്കും ഒരുപോലെ ഉറക്കപ്പിച്ചയുണ്ടാവുമോ? വെൻട്രിലോക്വിക്കാരനെയും കുരങ്ങനെയും ഇമ്മ വെട്ടാതെ നോക്കിക്കൊണ്ടിരുന്നു അവർ. അടുത്ത തവണ കൈയോടെ പിടിക്കണം. വഞ്ചി നിറയാൻ കാക്കുകയാണ് കടത്തുകാരൻ. 10-20 ആളെ കയറുന്ന വഞ്ചിയാണ്. 6 ആളെ വെച്ച് ഉന്തുന്നത് നഷ്ടമാവും. രണ്ടാമത്തെ ബസ് വരട്ടെ, കുറേ പേർ കൂടി എത്തും. 6 മണിയുടെ ഷിഫ്റ്റിന് കയറാനുള്ളവർക്ക് വേവലാതിയായി. ഇന്നത്തെ പണി പോകുമോ? പല്ലു തേച്ചിട്ടില്ല, കുളിച്ചിട്ടില്ല, കക്കൂസിൽ പോയിട്ടില്ല. പലരും മൂത്രം ഒഴിച്ചിട്ടും കൂടിയില്ല. എല്ലാവരുടെയും നോട്ടം തെങ്ങിൻ തോപ്പിനപ്പുറത്തെ വഴിയിലേക്കായി. വരുന്നുണ്ടോ? രണ്ടാമത്തെ ബസ് ഇറങ്ങി പാലം പണിക്കാർ. വഞ്ചി സ്റ്റാർട്ടാക്കട്ടോ? ആളുകളുടെ കണ്ണൊന്നു തെറ്റിയതും കടത്തുകാരൻ്റെ നേർക്ക് ചൂണ്ടി കുരങ്ങൻ വിളിച്ചു പറഞ്ഞു. കൈയോടെ പിടികൂടും മുമ്പ് അവൻ വെൻട്രിലോക്വിക്കാരൻ്റെ ഷർട്ടിനുള്ളിലേക്ക് മുഖം പൂഴ്ത്തുന്നത് അവർ കണ്ടു. അതിരാവിലെയുള്ള ഈ മായം തിരച്ചിൽ ഇനി സഹിക്കാൻ പറ്റില്ല. ഡോ! ഒരുത്തൻ വെൻട്രിലോക്വിക്കാരൻ്റെ കോളറിൽ പിടികൂടി. എന്താ? വെൻട്രിലോക്വിക്കാരൻ വളരെ നിഷ്കളങ്കമായി ചോദിച്ചു. എന്ത് ചെകുത്താനാ തൻ്റെ കയ്യിൽ? വെൻട്രിലോക്വിക്കാരൻ കൈ മലർത്തി. ചെയ്തതൊക്കെ അബദ്ധമായെന്നും അപരിചിതർക്കിടയിൽ ഒന്നും മിണ്ടാതിരിക്കേണ്ടതായിരുന്നു എന്നും അയാൾക്ക് ബോധ്യമായി. രണ്ടാമത്തെ ബസ്സാണ് അയാളെ രക്ഷിച്ചത്. വഞ്ചി വിടരുത് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് കുറേ പേർ തെങ്ങിൻ തോപ്പിലൂടെ ഓടി വരുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു. വഞ്ചി വിടടാ പൊട്ടാ, ദേ കുറേ പ്രാന്തന്മാർ വരുന്നു. കുരങ്ങൻ ഇത്തവണ ഒറ്റക്കൈ കൊണ്ട് നെഞ്ചത്ത് തല്ലിയാണ് കടത്തുകാരനോട് വിളിച്ചു പറഞ്ഞത്. അതോടെ കടത്തുകാരനടക്കം എല്ലാവരും വെൻട്രിലോക്വിക്കാരനെ വളഞ്ഞു. അയാളുടെ കുരങ്ങൻ വെറും തുണിപ്പാവയാണെന്ന് മനസ്സിലായപ്പോൾ അവർ ആദ്യത്തേതിനേക്കാൾ അമ്പരന്നു. അപ്പോൾ ഈ കുരങ്ങൻ സംസാരിച്ചതോ? കുരങ്ങൻ സംസാരിച്ചു എന്ന് നിങ്ങളല്ലേ പറഞ്ഞേ, ഞാനല്ലല്ലോ. കുരങ്ങൻ നിന്റെ തന്ത. കുരങ്ങൻ വെൻട്രിലോക്വിക്കാരനെ നോക്കി പല്ലിളിച്ച് ചീത്ത വിളിച്ചു. വെൻട്രിലോക്വിക്കാരന് ദേഷ്യം വന്നു. അയാൾ കയ്യിലുള്ള സഞ്ചിയിലേക്ക് കുരങ്ങനെ കുത്തിത്തിരുകി വെച്ചു.
സിബ് വലിച്ചു പൂട്ടുകയും ചെയ്തു. 22 പേർ വഞ്ചിയിൽ കയറി. അത് കൂടുതലാണെന്ന് ആരോ പറഞ്ഞു. കടത്തുകാരൻ അത് കേട്ടില്ലെന്ന് നടിച്ചു. വെൻട്രിലോക്കിക്കാരൻ പ്രകൃതി സൗന്ദര്യത്തിൽ മുഴുകിയതായി നടിച്ചുവെങ്കിലും ചിലരുടെ കോപവും സംശയവും തൻ്റെ മേൽ പതിക്കുന്നത് അയാൾ അറിയുന്നുണ്ടായിരുന്നു. നന്നായി എന്ന് അയാളും കണക്കുകൂട്ടി. കൂടുതൽ അബദ്ധം പറ്റാതിരിക്കാൻ ഒരു മുന്നറിയിപ്പായില്ലോ. ഒന്നാമത്തെ കടവിൽ വഞ്ചിയെടുത്തപ്പോൾ തന്നെ അയാൾ ഇറങ്ങിപ്പോവുകയും ചെയ്തു. തൻ്റെ കൂടോത്രം ഞങ്ങൾ പൊളിക്കും ട്ടാ, പാലം പണിക്കാർ വിളിച്ചു പറഞ്ഞു. ഇങ്ങനെയുമുണ്ടോ അജ്ഞാനികൾ? അയാൾ തിരിഞ്ഞു നോക്കാൻ പോയില്ല. പക്ഷേ പുറകിലേക്ക് വിളിച്ചു പറഞ്ഞു, പാലം അപകടത്തിലാ, സൂക്ഷിച്ചോ. 6 മണിയുടെ ഷിഫ്റ്റിന് കയറേണ്ടായിരുന്നുവെങ്കിൽ പാലം പണിക്കാരെല്ലാം കൂടി ഇറങ്ങി വന്ന് അയാളെ തല്ലിക്കൊന്നേനെ. അയാൾ അങ്ങനെ ഓരോന്നാലോചിച്ച് നടന്ന് ചെന്നെത്തിയത് ഒരു വിസ്മയത്തിൻ്റെ മുമ്പിലാണ്. ഇതുപോലൊരു ദേശത്ത് ഇതുപോലത്തെ ദാരിദ്ര്യത്തിന് നടുവിൽ അതാ പുലരി വെയിൽ തട്ടിത്തിളങ്ങിക്കൊണ്ട് നിൽക്കുന്നു ഒരു സ്വർണ്ണഗോപുരം. ഇവിടുത്തെ വീടുകൾ, വഴികൾ, ആളുകൾ, ഉടുപടകൾ ഒന്നിനോടും ഒരു ചേർച്ചയുമില്ലാതെ ആരോ എവിടുന്നോ എടുത്തുകൊണ്ടുവന്ന് വെച്ചതുപോലെ, ചുറ്റുപാടുകളോട് ഒട്ടും ചേരാതെ. വെൻട്രിലോക്കിക്കാരൻ ദേശത്താദ്യം കണ്ടുമുട്ടിയ ആൾ അമ്പുവായിരുന്നു. ഏക ഭരണാധികാരിയും. അമ്പലം ഭരിക്കാൻ കുമാരൻ അമ്പുവിനെ ചുമതലപ്പെടുത്തി. അമ്പു അത് ഭംഗിയായി നിർവഹിക്കുന്നു. ദേശത്തല്ല, ദേശത്തിനു പുറത്താണ് അമ്പലത്തിൻ്റെ പ്രശസ്തി വർദ്ധിപ്പിക്കേണ്ടതെന്ന് കുമാരൻ പറഞ്ഞു. നാഷണൽ ഹൈവേയുടെ വശങ്ങളിൽ ഓരോ കിലോമീറ്ററിലും ആദിയിലെ ദേവന്റെ അത്ഭുതസിദ്ധികൾ സാക്ഷ്യപ്പെടുത്തുന്ന വലിയ ബോർഡുകൾ സ്ഥാപിക്കപ്പെട്ടു. എല്ലാ ബോർഡുകളുടെയും പശ്ചാത്തലം നീലത്തടാകവും കണ്ടൽക്കാടുകളുമാണ്. കേട്ടറിഞ്ഞ് ആളുകൾ എവിടുന്നൊക്കെയോ വന്നു ചേരുന്നു. അതൊരു തീർത്ഥാടനമാണ്. ബസ്സിറങ്ങി ചെമ്മൺ പാതകളിലൂടെ നടന്ന്, തെങ്ങിൻ തോപ്പുകൾ മുറിച്ചു കടന്ന്, കടവത്തെത്തി, തോണി കയറി, ചളി കുഴിഞ്ഞ ഒറ്റയടി പാതകളിലൂടെ ആദിയിലെ ദേവന്റെ വിശാലമായ മുറ്റത്തെത്തുക. വെയിൽ തട്ടി പ്രഭ ചിതറുന്ന സ്വർണ്ണഗോപുരം കണ്ട് ആനന്ദത്തിൽ ആറാടുക. തടാകത്തിൽ മുങ്ങിക്കുളി കഴിഞ്ഞു വന്ന് സർവാലങ്കാര വിഭൂഷിതനായ ദേവനെ തൊഴുക, സായുജ്യമടയുക. കാണിക്കകൾ കുന്നുകൂടുകയും അതിൻ്റെ നടത്തിപ്പിന് ആളു വേണമെന്ന അവസ്ഥ വരികയും ചെയ്തിരിക്കുന്നു. ആദ്യമുണ്ടായത് ക്ഷേത്രഭരണ സമിതി ഓഫീസ് എന്ന കൊച്ചു കെട്ടിടമാണ്. ഉണ്ടാകാനിരിക്കുന്നത് ദർശനത്തിനെത്തുന്നവരുടെ സൗകര്യങ്ങൾക്കായി ഹോട്ടലുകളും താമസ സ്ഥലങ്ങളും വിശ്രമ സ്ഥലങ്ങളുമൊക്കെയാണ്. തമ്പുരാന് കിട്ടുന്ന കാണിക്ക കൊണ്ട് തന്നെ പതുക്കെ അതൊക്കെ ഉണ്ടായി വരും. അമ്പു ബഹുമിടുക്കനായ ഭരണാധികാരി തന്നെയെന്ന് എല്ലാവരും സമ്മതിക്കുന്നു. ആരാ നിങ്ങൾ? വെൻട്രിലോക്കിക്കാരനോട് അമ്പു ചോദിച്ചു. കഥ പറയാൻ വന്ന ആളാണ്. ഓ. അമ്പു അയാളെ വിളിച്ചിരുത്തി. പാലും പഴവും കൊടുത്തു. കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. വെൻട്രിലോക്കിക്കാരനാണ് താൻ എന്ന് പറഞ്ഞതും അമ്പുവിൻ്റെ മുഖത്തു കണ്ട അമ്പരപ്പ് അയാളെ ഒന്ന് വിഷമിപ്പിച്ചു. അബദ്ധമായോ? കഥാസായാഹ്നങ്ങളുടെ പരിശുദ്ധിയൊക്കെ നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഒന്നും വേണ്ട മാതിരിയല്ല നടക്കുന്നത്. നിങ്ങൾ ദിനകരനെയാണ് ചെന്നു കാണേണ്ടത്. അയാളാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത്. 3-ാം കഥാസായാഹ്നത്തിൽ കഥ പറയാനെത്തിയിട്ടുള്ളത് ഒരു കുരങ്ങനാണെന്ന് നേരം വെളുക്കും മുമ്പ് ഓരോ ചെവിയിലും വാർത്തയെത്തി. അവിശ്വസനീയമായിരുന്നു ആ വാർത്ത. നിഗൂഢമായൊരു ഭയം എല്ലാവരെയും പിടികൂടി. കഥാസായാഹ്നങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്? വരാനിരിക്കുന്ന വലിയ നാശത്തിൻ്റെ സൂചനകളാണോ ഇതൊക്കെ? ദേശത്ത് മുമ്പൊന്നുമില്ലാത്ത വിധം കഷ്ടപ്പാടുകൾ ഉണ്ടാവുന്നു. മീൻ കുറഞ്ഞു, കക്ക കുറഞ്ഞു, ഉള്ളത് കൈക്കലാക്കാൻ തമ്മിൽ മത്സരമായി. എന്തിൻ്റെ സൂചനയാണിത്? അമ്പു ചോദിച്ചു. എല്ലാവരും കണ്ണടച്ച് അമ്പുവിനെ വിശ്വസിക്കുന്നവരായിരുന്നില്ല. എന്തോ കുറെ കാലമായിട്ട് നെല്ലും പതിരും വേർതിരിയുന്നില്ല. നേരേത് നുണയേത് എന്ന് മനസ്സിലാവുന്നില്ല. മുമ്പൊക്കെ വെള്ളം തെളിഞ്ഞിട്ടായിരുന്നു. ഇപ്പോൾ കലങ്ങിമറിഞ്ഞ് എപ്പോഴും ദേഷ്യത്തിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മനസ്സുകളും ഒരുപോലെ മാഴുകുന്നു. നിങ്ങൾ പോയി സത്യം അറിഞ്ഞിട്ട് വാ. കുഞ്ഞിമാധു ചങ്ങാതിച്ചികളെ പറഞ്ഞുവിട്ടു. അവർ തിരിച്ചെത്തുവോളം വെറുതെ പറമ്പിലിട്ട് കൊത്തിയും കിളച്ചും നിന്നു. വെണ്ടയ്ക്ക് എന്താ പറ്റിയത്, കുമ്പളത്തിന് എന്താ പറ്റിയത്, ചീനിമുളകിന് എന്താ പറ്റിയത് എന്ന ആവശ്യമില്ലാതെ ആദിപ്പെട്ടു. നേരാ കുഞ്ഞിമാധു, ഞങ്ങൾ കണ്ടു അതിന് ജീവനൊന്നുമില്ലപ്പാ, ഒരു പാവ. സഖികൾ വന്ന് ബോധ്യപ്പെടുത്തി. അത്താഴം നേരത്തെ കാലാക്കിക്കോ ദേവോ, ഇന്ന് നേരത്തെ തന്നെ പോണം നമുക്ക് കഥ കേൾക്കാൻ, കുഞ്ഞിമാധു പറഞ്ഞു.
എല്ലാവരും കുഞ്ഞിമാധു അല്ലല്ലോ. കീഴ്വഴക്കങ്ങൾ തെറ്റിക്കുമ്പോൾ വല്ലാതെ ഭയന്നു പോകുന്ന കുറേ പാവങ്ങളും അവിടെ ഉണ്ടായിരുന്നു. കുറ്റിക്കണ്ടലുകൾ വളർന്നിരുന്നിടത്ത് തുരുത്തിൽ പാർക്കുന്ന കണ്ണേട്ടൻ്റെയും ചന്ദ്രേട്ടൻ്റെയും കുടുംബക്കാർ അങ്ങനെയാണ്. കണ്ണേട്ടന് 76ഉം ചന്ദ്രേട്ടന് 75ഉം വയസ്സായി. ചേട്ടനനിയന്മാരാണ്. ഈ ആയുസ്സിനിടയ്ക്ക് ഇതുവരെ ഒരു സ്ത്രീയോ മൃഗമോ കഥ പറച്ചിലുകാരായി എത്തിയിട്ടില്ല. കാണാത്തത് കാണുമ്പോഴും കേൾക്കാത്തത് കേൾക്കുമ്പോഴും പേടിയാണ്. ദേശം മുടിയും. കഥാസായാഹ്നങ്ങൾ തിരിച്ചു പിടിക്കും. അതിൻ്റെ ആചാരം തെറ്റിക്കാനൊന്നും ഒരാളെയും സമ്മതിക്കില്ല. അമ്പു വീരവാദം മുഴക്കി. വേണ്ടി വന്നാൽ സമാന്തരമായി കഥാസായാഹ്നം നടത്താനും ഒരുക്കമാണ്. പകലത്തെ എരിച്ചിലും പുകച്ചിലും കാരണമാവാം. മൂന്നാം കഥാസായാഹ്നത്തിലെ കഥ കേൾക്കാൻ ദേശത്തെ മുഴുവൻ പേരും എത്തിച്ചേർന്നു.